എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അങ്ങനെ വീക്ക് ഡേ തുടങ്ങി അല്ലേ? വീണ്ടും വീണ്ടും ഒരു മൺഡേ ആയി. തിരക്കുകളിലേക്ക് നമ്മൾ വീണ്ടും മടങ്ങി. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം. ഇന്നലെ സൺഡേ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ അവരുടെ സുഹൃത്തുക്കളെ വിളിക്കുകയോ സംസാരിക്കുകയോ കാണുകയോ ഒക്കെ ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളെ പറ്റി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി എന്തെങ്കിലും അവരുടെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ടോ? അത് നമുക്ക് നോക്കാം. ഓക്കെ. ഫ്രണ്ട്സിനോട് അവർ സംസാരിച്ച കാര്യങ്ങൾ എന്താണ് നിങ്ങളെക്കുറിച്ച് എസ്പെഷ്യലി, കേട്ടോ. അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ സ്ക്രീനിലെ നമ്പർ കൊടുത്തേക്കാം, കോണ്ടാക്ട് ചെയ്തോളൂ. നാളെ 11 മണിക്ക് മെമ്പേഴ്സ് ലൈവ് ഉണ്ട്. ഓക്കെ, മെമ്പേഴ്സ് ജോയിൻ ചെയ്തോളൂ. ഓക്കെ, റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഓർക്കുക, അതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, റീഡിങ്ങിലേക്ക് പോവാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി അവരുടെ സുഹൃത്തുക്കളോട് എൻ്റെ വ്യൂവേഴ്സിനെ പറ്റി എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? എൻ്റെ വ്യൂവേഴ്സ്, എൻ്റെ പേഴ്സൺ അവരെക്കുറിച്ച് അവരുടെ സുഹൃത്തുക്കളോട് എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? 8 ഓഫ് സ്വാർഡ്സും 8 ഓഫ് വാണ്ട്സും വന്നു കേട്ടോ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരുടെ സുഹൃത്തുക്കളോട് എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് എന്തായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക? സിക്സ് ഓഫ് വാണ്ട്സ്. ആദ്യം 8 ഓഫ് സ്വാർഡ്സ് വന്നു, 8 ഓഫ് വാണ്ട്സ് വന്നു, 6 ഓഫ് വാണ്ട്സ്, സ്ട്രെങ്ത്, ക്വീൻ ഓഫ് പെൻഡക്കിൾസ്, ഏസ് ഓഫ് കപ്സ്, 5 ഓഫ് സ്വാർഡ്സ്, ക്വീൻ ഓഫ് വാണ്ട്സ്, ഹെർമിറ്റ്, പേജ് ഓഫ് പെൻഡക്കിൾസ്, ടെമ്പറൻസ്, എംപ്രസ്, ഹെറോഫന്റ്. ഓക്കെ, ഓൾമോസ്റ്റ് ക്ലിയർ തന്നെയാണ് കാര്യങ്ങൾ. അവർ ആദ്യം സംസാരിച്ചിട്ടുണ്ടാവുക 8 ഓഫ് സ്വാർഡ്സ് ആൻഡ് 8 ഓഫ് വാണ്ട്സ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നുണ്ട് നിങ്ങളുമായിട്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന്. പണ്ടത്തെ അത്രയും സംസാരിക്കുന്നില്ല എന്നൊരു ഫീലിംഗ് അവർക്കുണ്ട്. അത് അവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വല്ലാതെ റെസ്ട്രിക്റ്റ് ചെയ്ത് പെരുമാറും പോലെ അവർക്ക് ഫീൽ ചെയ്തു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. തമ്മിൽ കണ്ടപ്പോൾ സംസാരിച്ചില്ലേ, എന്താണ് പ്രശ്നം എന്ന് അറിയില്ല, എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ ലെസ് ആയതുപോലെ, സെൽഫ് റെസ്ട്രിക്റ്റ് ചെയ്ത് നിങ്ങൾ ഇരിക്കും പോലെ അവർക്ക് തോന്നുന്നുണ്ട്. എന്ത് തന്നെ ആയാലും അവർ പറയുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന്. എന്ത് തന്നെ ആയാലും ക്ഷമയോടെ നിങ്ങളുടെ റിലേഷൻ മെച്ചപ്പെടുന്ന സമയം വരെയും വെയിറ്റ് ചെയ്യാൻ അവർ തയ്യാറാണ് എന്നും അവർ അവരുടെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് കേട്ടോ. ക്വീൻ ഓഫ് പെൻഡക്കിൾസ് വെച്ച് അവരുടെ ജോലിയെക്കുറിച്ചും അവർ സംസാരിച്ചിരുന്നു. ഭയങ്കര തിരക്കാണ്, ജോലി തിരക്ക് അവർക്കും ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണും ജോലി തിരക്കുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്, ചുമ്മാ ഇരിക്കുമല്ല. അതുകൊണ്ട് തന്നെ ജോലിയിലേക്ക് കൂടുതലായിട്ട് ഇൻവോൾവ് ആയിട്ട് മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. പറയാൻ ആഗ്രഹിക്കുന്നു അല്ല, അവരവരുടെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്. ഓക്കെ, ഏസ് ഓഫ് കപ്സ് വെച്ച് എന്തൊക്കെ തന്നെ ആയാലും നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെ തന്നെ ആയാലും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. ആ സ്നേഹത്തിൽ നിന്നും പുറത്ത് കടക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നും അവർ പറയുന്നു. 5 ഓഫ് സോർട്സ് വെച്ച് വല്ലാത്ത സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. നിങ്ങളിത് കാണുന്ന സമയത്ത് ഒരു പക്ഷേ അവർ ഓൾറെഡി ഒരു സ്ട്രെസ്ഫുൾ ഫീലിങ്ങിൽ കൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും. ഉറക്കം കുറവായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ട് ആവുന്നത് പോലെ അതും അവർ പറയുന്നുണ്ട് അവരുടെ ഫ്രണ്ടിനോട് കേട്ടോ. ക്വീൻ ഓഫ് വാണ്ട്സ് വെച്ചിട്ട് നിങ്ങളെ അവർക്ക് ഒരുപാട് സ്നേഹവും ബഹുമാനവും
എല്ലാമാണ്. നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളെ കാണാനായാലും, നിങ്ങളുടെ സംസാരമായാലും, നിങ്ങളുടെ ക്യാരക്ടർ ആയാലും അതെല്ലാം അവർക്ക് ഒരുപാട് എന്താ റെസ്പെക്റ്റും ഉണ്ടാക്കുന്നു എന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ. ഹെർമിറ്റ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ വല്ലാത്തൊരു എന്തോ അവരെ ഒരു നിഗ്ലക്റ്റഡ് ഫീലിംഗ് എന്ന് പറയില്ലേ, അവരെ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല നിങ്ങൾ എന്നൊരു ഫീലിംഗ്, ഒരു ഇൽ ഫീൽ എന്ന് പറയും ഇംഗ്ലീഷിൽ. മനസ്സിൽ ഒരു മനസ്താപം, അതന്നെ, എന്തോ ഒരു മനസ്താപം അവർക്ക് ഫീൽ ചെയ്തു എന്നും പറയുന്നുണ്ട്. കാരണം ലെസ് കമ്മ്യൂണിക്കേഷൻ അവിടെ കാണുന്നു. വീണ്ടും കമ്മ്യൂണിക്കേഷന്റെ കാർഡാണ് പേജ് ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് ലെസർ കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങളുടെ ഇടയിൽ എന്ന് കാണുന്നത്. കുറേ നാളായിട്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ ആരെങ്കിലും ഒരാൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് സംസാരിക്കാനോ മെസ്സേജ് അയക്കാനോ ഒരു ഇനിഷ്യേറ്റീവ് നിങ്ങളുടെ സൈഡിൽ നിന്ന് അവർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ കേട്ടോ. ആരെങ്കിലും ഒരാൾ ആദ്യം ഒന്ന് മെസ്സേജ് അയക്കാം. അങ്ങനെ സംസാരം തുടങ്ങാമല്ലോ. ലെസർ കമ്മ്യൂണിക്കേഷൻ എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. അങ്ങനെ ഏതർ വേ, ഒന്നുകിൽ അവര് അല്ലെങ്കിൽ നിങ്ങൾ, ആരെങ്കിലും ഒരാൾ സംസാരിച്ചാലല്ലേ കാര്യം നടക്കുള്ളൂ അല്ലേ. കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കോണ്ടാക്ട് നമുക്ക് ചെയ്യാമല്ലോ. ടെമ്പറൻസ് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻ ഒരു ബാലൻസിൽ എത്തിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അവർ പറയുന്നു. എംപ്രസ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, എത്ര വലിയ പ്രാധാന്യമാണ് നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ ഉള്ളത് എന്നുള്ളതും അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതായത് വിട്ടുകളയാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഭാഗത്തു നിന്ന് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ടോ ഇല്ലയോ, നിങ്ങൾ അവരുടെ അടുത്ത് നന്നായി പെരുമാറുന്നുണ്ടോ ഇല്ലയോ, എന്ത് സിറ്റുവേഷൻ തന്നെ ആയാലും അവർ നിങ്ങളെ ഒരു ഉയർന്ന സ്ഥാനത്താണ് വെച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വ്യക്തിയാണ് നിങ്ങൾ, ഒരു സ്പെഷ്യൽ പേഴ്സൺ ആണ് നിങ്ങൾ അവർക്ക്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ട് കളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നും അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഹെയറോഫൻറ്റ് വെച്ചിട്ട് പിന്നെ അവർ പറയുന്നത് നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ സോഷ്യൽ ഇമേജിനെ പറ്റിയിട്ട്, സമൂഹത്തിൽ നിങ്ങൾക്കുള്ള ഒരു സ്ഥാനമാനങ്ങളുണ്ടല്ലോ അതിനെ പറ്റിയിട്ടൊക്കെ ഒരു പക്ഷേ കൂടുതലായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജിയൻ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്, അത് ഒരു പ്രശ്നമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ രണ്ടുപേരും തന്നെയോ മാരീഡ് ആയിരിക്കാം. രണ്ടുപേർക്കും ഒരു ഭാര്യയോ ഭർത്താവോ അവരുടെ കൂടെ ഉണ്ട്, അതൊരു തടസ്സമായിരിക്കാം. അതെല്ലാം അവർ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇതൊക്കെ ആയിരിക്കാം അവർക്ക് കമ്മ്യൂണിക്കേഷനിൽ നിന്നും അവരെ തടയുന്ന സിറ്റുവേഷൻസ് എന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നു എന്നും അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനെ അവർ മനസ്സിലാക്കി തന്നെയാണ് ക്ഷമയോടെ വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, കുറച്ചുകൂടി കാർഡ്സ് തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരുടെ സുഹൃത്തുക്കളോട് എന്തായിരിക്കും എൻ്റെ വ്യൂവേഴ്സിനെ പറ്റി പറയുന്നത്? കിങ് ഓഫ് പെൻഡക്കിൾസ്. ഓക്കെ, നിങ്ങൾ വളരെ തിരക്കുള്ള ഒരു വ്യക്തിയാണ് എന്നും അവർ പറയുന്നുണ്ട് കേട്ടോ. തിരക്കുകളിൽ പെട്ടിരിക്കുകയായിരിക്കണം, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഡിഫെൻഡ് ചെയ്യുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ സംസാരിക്കാത്തതിലും കോണ്ടാക്ട് ചെയ്യാത്തതിലും ഉള്ള ഒരു കാരണം അവർ കണ്ടെത്തി പറയുകയാണ് അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് കേട്ടോ. നിങ്ങളെ ഡിഫെൻഡ് ചെയ്യും പോലെ. അവരുടെ തെറ്റല്ല, അവർക്ക് തിരക്കുകളാണ്, അതുകൊണ്ടൊക്കെയാണ് അവർ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കാത്തത്. റെസ്പോൺസിബിലിറ്റീസ് ആണ്, ഫാമിലിയിലും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ജോലിയിലും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അവർ തിരക്കുള്ള ഒരു വ്യക്തിയാണ്, അതുകൊണ്ടാണ് എന്നെ കോണ്ടാക്ട് ചെയ്യാത്തത് എന്നും അവർ ഒരു റീസൺ കണ്ടെത്തി അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഉടനെ തന്നെ തമ്മിൽ കാണാൻ സാധിക്കും വീണ്ടും എന്നും അവർ പറയുന്നുണ്ട് കേട്ടോ. പരസ്പര സ്നേഹമാണ് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും പറയുന്നു. സാഹചര്യങ്ങൾ മൂലമാണ് അവർ അവരുടെ സ്നേഹം വ്യക്തമാക്കാത്തത്, അല്ലെങ്കിൽ എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം എന്നുള്ള രീതിയിൽ പറയുന്നതായിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഉള്ള ഒരു സിനാറിയോ എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ കാണുന്ന സമയത്തെല്ലാം, അതായത് 2 ഓഫ് കപ്സ്, നിങ്ങളുടെ റിയൂണിയൻ നടക്കുന്ന സമയത്തെല്ലാം മറ്റുള്ളവർ, ഒന്നുകിൽ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ നിങ്ങളുടെ ചുറ്റിനും ഉണ്ടായിരിക്കാനും സാധ്യതയുണ്ട്. ജോലി സംബന്ധമായിട്ടൊക്കെ ഉള്ള ഒരു കണക്ഷനാണ് നിങ്ങളുടെ എങ്കിൽ ജോലി സമയത്ത്, അതായത് നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ജോലി സമയത്തായിരിക്കും, അപ്പം മറ്റുള്ളവർ കൂടെ ഉണ്ട്, അതും ഒരു തടസ്സമാണ്, തുറന്ന് സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അതുമായിരിക്കാം അവർ പറഞ്ഞത് കേട്ടോ. എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് അവർ.
7 ഓഫ് കപ്സ് വെച്ചിട്ട് അവരും കൺഫ്യൂസ്ഡ് ആണ്. കാരണം പല പല തടസ്സങ്ങൾ അവർക്കുമുണ്ട്. അതൊക്കെ കൊണ്ടാണ് അവർ തുറന്ന് പറയാത്തത്, അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലേക്ക് പോയിരിക്കുന്നത് എന്നും അവർ പറയുന്നുണ്ട് കേട്ടോ. 10 ഓഫ് കപ്സ് വെച്ചിട്ട് അവരുടെ ഫാമിലി അവർക്കൊരു തടസ്സമായിരിക്കാം. ഫാമിലിയെ കൂടുതലായിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു തടസ്സമായിരിക്കാം അവർ ഫീൽ ചെയ്യുന്നത്. അത് സാരമില്ല എന്നുള്ള രീതിയിൽ അവർ പറയുന്നതായിട്ട് കാണുന്നത്, മനസ്സിലാക്കുന്നു അവർ. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം ഇമ്പോർട്ടൻ്റ് ആണ്, അതിലേക്ക് കൂടുതലായിട്ട് ഒരു അഫിനിറ്റി നിങ്ങൾ കാണിക്കുന്നു, അങ്ങനെയുമായിരിക്കാം എന്ന് അവർ പറയാണ് അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ നോ കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ ലെസർ കോണ്ടാക്റ്റിലേക്ക് നിങ്ങൾ വന്നിട്ടുള്ള ഒരു സാഹചര്യത്തിനെ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് അവരുടെ സുഹൃത്തിനോട് സംസാരിക്കുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, സ്റ്റാർ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് ലക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ആളാണ്. ഓക്കെ, നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾക്ക് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നും അവർ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു സ്റ്റാർ സാന്നിധ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് തന്നെ അവർ പറയുന്നു. ഓക്കെ, പേജ് ഓഫ് സോർട്സ് വെച്ചിട്ട് ഇടയ്ക്കെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. ഓൺലൈൻ റിലേറ്റഡ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ പരസ്പരം ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നും അവർ പറയുന്നുണ്ട്. ഓക്കെ, അവരുടെ വെയർബോട്ട്സ് ഒക്കെ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വെയർബോട്ട്സ് അവരും ഫോളോ ചെയ്യാറുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു കേട്ടോ. പറയുന്നു അവർ അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത്. 2 കാർഡ് കൂടെ എടുത്തു തരാം. കുഞ്ഞു കുഞ്ഞു റീഡിങ്ങിലാണ് പോകുന്നത് ഈയിടെയായിട്ട്. പേഴ്സണൽ റീഡിങ് നിറയെ വരുന്നത് കാരണം സമയം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടി വരികയാണ് കേട്ടോ. 7 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് വീണ്ടും അവർ പറയാണ് അവർ തിരക്കുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ വിചാരിക്കുന്ന പോലെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല അവർക്ക് എന്നുള്ള രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണത് വിടില്ല നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, എന്തായാലും പറ്റുന്ന സമയത്ത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട് അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് കേട്ടോ. ലോങ് ഡിസ്റ്റൻസ് ആണ് നിങ്ങളുടെ ഇടയിൽ, അതും ഒരു പ്രശ്നമാണ്. അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ അവർക്കും, അതായത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ മടിയാണ്. കാരണം അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് അവരും ഒരു റെസ്ട്രിക്റ്റഡ് മോഡിൽ ഇരിക്കുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത് കേട്ടോ. കാരണം നിങ്ങൾ അവിടെ എന്താണ്, നിങ്ങൾക്ക് ബിസി ആണോ, നിങ്ങൾ ആരുടെ കൂടെയാണ് ഒന്നും അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അത് കാരണം അതിനൊരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് ഇവരും റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. കമ്മ്യൂണിക്കേഷനിൽ നിന്നും കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ട് ചെയ്യാതെ ഇരിക്കുകയാണ് എന്നുള്ള രീതിയിൽ അവർ പറയുകയാണ് അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത്. എന്ത് തന്നെയായാലും സിറ്റുവേഷൻ മാറി വരുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. വേൾഡ് കാർഡ് വെച്ചിട്ട് നമുക്ക് അങ്ങനെയും പറയാം. ഈ സിറ്റുവേഷനിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് അവർ കരുതുന്നുണ്ട് എന്നും അവർ പറയുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ പേഴ്സൺ അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച്. ഓക്കെ, എത്രത്തോളം കറക്റ്റ് ആണെന്ന് പറയൂ കേട്ടോ. ഓക്കെ, ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഈ ലെസർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ്. അങ്ങനെ തന്നെയാണ് കൂടുതലായിട്ടും കാണുന്നത്. ഓക്കെ, വേറെന്താണ്, മെസ്സേജസ് വേണോ ഇന്ന്? ഹാൻഡ് റിട്ടൺ മെസ്സേജസ് വളരെ കുറച്ച് മെസ്സേജസേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എടുക്കട്ടെ. ഫോളിങ് ഫോർ യു, ന്യൂ ലവ്, ന്യൂ പ്രപ്പോസൽ ആർക്കോ കേട്ടോ. വാണ്ട് ടു ബി വിത്ത് യു, നിങ്ങളുടെ കൂടെ ഇരുന്നാൽ മതി അവർക്ക്. ബ്ലെസ്ഡ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ്, നിങ്ങൾ അവരുടെ ലൈഫിലുള്ളത് അവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഐ തിങ്ക് ഓഫ് യു വെൻ ഐ ഫീൽ ലോസ്റ്റ് ഇൻ ലൈഫ്, അവർക്ക് എന്ത് പ്രോബ്ലംസ് വരുമ്പോഴും അവർ നിങ്ങളെ പറ്റിയാണ് ആദ്യം ഓർക്കുക. നമ്പേഴ്സ് 3, 21, 12, 30. ഐ വിൽ റിമെമ്പർ യു ഓൾ മൈ ലൈഫ്, നിങ്ങളെ അവരെ ഒരിക്കലും മറക്കില്ല എന്ന് പറയുകയാണേ. ഏഞ്ചൽ ബ്ലെസ്സിങ്സ്, നിങ്ങളുടെ റിലേഷന് ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് അവർ കരുതുന്നു. ഒബ്സെസ്ഡ് വിത്ത് യുവർ തോട്ട്സ്, നിങ്ങളുടെ ചിന്തകൾ നിർത്താൻ പറ്റാത്ത സ്ഥിതിയാണ്. മാരി മീ, ഓക്കെ. വിർഗോ, കന്നി, ഐ എം ഹൈഡിങ് മൈ റിയൽ ഇമോഷൻസ്, അവരുടെ റിയൽ ഇമോഷൻസ് അവർ നിങ്ങളിൽ നിന്ന് ഒളിപ്പിക്കുകയാണെന്ന് പറയുന്നു കേട്ടോ. പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്, നിങ്ങളെ തന്നെ ശ്രദ്ധിക്കാൻ പറയുകയാണേ. പൈസസ്, മീനരാശി,
നമ്പേഴ്സ് 4, 22, 13, 31. ഐ എം വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം ടു അപ്രോച്ച് യു. ശരിയായ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. യു ആർ എൻ ഏഞ്ചൽ, നിങ്ങളൊരു മാലാഖയാണ് എന്ന് പറയുന്നു. ഐ വോണ്ട് ടു ഹഗ് യു ടൈറ്റ്, നിങ്ങളെ ഒന്ന് ഇറുകെ കെട്ടിപ്പിടിച്ചാൽ കൊള്ളാവുന്നുണ്ട് അവർക്ക്. ഡോണ്ട് ബി ആംഗ്രി വിത്ത് മീ, ഐ എം ഹെൽപ്ലെസ്. കം ബാക്ക് ടു മീ പ്ലീസ്, അവരുടെ അടുത്തേക്ക് തിരിച്ചു വരൂ എന്ന് പറയുകയാണ് കേട്ടോ. യു ആർ ഡ്രൈവിംഗ് മീ ക്രേസി, നിങ്ങൾ അവരെ വട്ടുപിടിപ്പിക്കുന്നു എന്ന്. ഫോർ അവർ ലവ് ഐ ക്യാൻ വെയിറ്റ് ഫോർ അവർ, നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി അവർ എത്ര കാലം വേണമെങ്കിൽ വെയിറ്റ് ചെയ്യും. നമ്മുടെ റീഡിങ്ങിലും അത് തന്നെ ആയിരുന്നില്ലേ, നിങ്ങളെ ഡിഫെൻഡ് ചെയ്യുന്ന എത്ര വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം എന്ന് പറയുന്നു എന്ന്. നമ്പേഴ്സ് 9, 18, 27. ലവ് യുവർ ഐസ്, നിങ്ങളുടെ കണ്ണുകൾ അവർക്ക് ഇഷ്ടമാണ്. സർപ്രൈസ്, എന്തൊരു സർപ്രൈസ് വരുന്നുണ്ട്. സർപ്രൈസ് കോൾ ആയിരിക്കാം, സർപ്രൈസ് വിസിറ്റ് ആയിരിക്കാം. ഐ വിഷ് തിങ്സ് വുഡ് ബി ഡിഫറെൻറ്റ്, കാര്യങ്ങൾ വേറെ മാതിരി ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യു ആർ ദ വൺ ഫോർ മീ, നിങ്ങൾ തന്നെയാണ് അവർക്ക് റൈറ്റ് പേഴ്സൺ എന്ന് അവർ പറയുകയാണ്. യുവർ വോയിസ് ഹാസ് മാജിക് ഇൻ ഇറ്റ്, ഐ ലവ് ടു ഹിയർ യു, നിങ്ങളുടെ ശബ്ദം അവർക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. ഡിവൈൻ ടൈമിങ്, വീണ്ടും ഡിവൈൻ ടൈമിങ്ങിൽ എല്ലാം ശരിയാകും എന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നു. ഐ നോ ഐ സ്പോയിൽഡ് എവറിത്തിങ്, അവരുടെ മിസ്റ്റേക്ക് ആണെന്ന് പറയുന്നു. പ്ലീസ് മൂവ് ഓൺ ഇൻ യുവർ ലൈഫ്, മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കൂ എന്ന് പറയാണ്. ബട്ട് ഐ ക്യാൻ സ്റ്റിൽ ഫീൽ യു, നിങ്ങൾ അടുത്തുള്ളത് പോലെ അവർക്ക് ഫീൽ ചെയ്യാറുണ്ടെന്ന്. പിന്നെ ഇതിനെ മൂവ് ഓൺ ചെയ്യാൻ പറയുന്നത് അല്ലേ. നമ്പേഴ്സ് 8, 17, 26. യു ആർ മൈ സ്റ്റാർ. നമ്പേഴ്സ് 5, 14, 23. നമ്പർ 6, 15, 24 എന്ന് ഒരുപാട് നമ്പേഴ്സ് കണക്ട് ആയിട്ടുണ്ട്. ഐ എം നോട്ട് ഏബിൾ ടു മൂവ് ഓൺ, അപ്പോഴേ പറഞ്ഞു നിങ്ങൾ അടുത്ത് മൂവ് ഓൺ ചെയ്യാൻ. റെസ്പെക്റ്റീവ് ഇമ്മൻസ്ലി, ഇതും വന്നിരുന്നു അല്ലേ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമ്മുടെ റീഡിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. എത്ര പേർക്ക് റെസനേറ്റ് ആയെന്ന് പറയൂ കേട്ടോ. വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തു തരണേ. പേഴ്സണൽ റീഡിങ് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക കേട്ടോ. ബൈ.